വിദ്യാമൃതത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 മലയാളത്തിലെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന പാഠഭാഗമാണ്. അവകാശങ്ങളുടെ പ്രശ്നം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത്. ഒരു ഉച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറിച്ചെന്നു. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതരായ ഒരു പകച്ചുനോട്ടം വിളിച്ചറിയിച്ചു. ഛായാപടങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ആ അമ്പരപ്പ് പെട്ടെന്ന് മനസ്സിലായി. അവർ ഇത്തരം പകച്ച മുഖങ്ങളെ കാണുന്നതാണ്. എന്താ നിങ്ങളുടെ പേര്? കച്ചവടക്കാർ അയാളോട് വാത്സല്യപൂർവ്വം തിരക്കി. ദിവാകരൻ. എന്താ ദിവാകരന് വേണ്ടത്? എനിക്ക് കുറേ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ദിവാകരൻ പറഞ്ഞു. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി പോകാൻ ഒരിടമില്ല. അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. ഒരു പക്ഷേ നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വിവശനായി കഴിഞ്ഞിരുന്നു. അയാളുടെ നെറ്റിത്തടത്തിൽ പുതിയ ഗോളങ്ങളുണ്ടായി. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്, ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്കു മാത്രം സ്വയത്തമായ ഒരു നിർവികാരത്തോടെ അറിയിച്ചു. ഞങ്ങൾക്കു നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദിവാകരൻ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. സഹായിക്കുമോ? അയാൾ ചോദിച്ചു. ശരിക്കും? കച്ചവടക്കാർക്ക് ചിരി വന്നു. ഒരു കൂട്ടച്ചിരിക്കിടയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. ഞങ്ങൾ പാതി നിങ്ങൾ പാതി എന്നതാണ് ഇവിടുത്തെ പ്രമാണം, അവരിലൊരാൾ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഈ തെരുവിലെ ഏത് ഛായാപടവും പരിശോധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ, അല്ലേ? ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി. അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ. അവയിൽ പലതും താൻ അറിയുന്നവയുമാണെന്ന് ദിവാകരന് തോന്നി. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഇതാ എൻ്റെ അച്ഛൻ, ഇതാ എൻ്റെ അമ്മ. പക്ഷേ അയാൾക്കൊരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. ആദ്യത്തെ കട വിട്ടിറങ്ങുമ്പോൾ അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ, അല്ലേ? അങ്ങനെ ഉറപ്പൊന്നുമില്ല, വികൃതമായ മന്ദഹാസത്തോടെ കടക്കാരൻ പറഞ്ഞു. കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു. ഒരു പടം തന്നെ ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്നു വരും. ദിവാകരന് പരിഭ്രമം തോന്നി. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് നിരാശനായി ഇറങ്ങുമ്പോൾ അവിടുത്തെ കച്ചവടക്കാർ അന്വേഷിച്ചു. ഏതെങ്കിലും കുറേ പടങ്ങൾ പോരെ? ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാണ്. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരക്കുന്നത്. കണ്ടവൻ്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല, ലേശം ശോഭിച്ച് ദിവാകരൻ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? എനിക്കറിയാം, ദിവാകരൻ പിറുപിറുത്തു. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായി കുലുക്കി. ഒരുപക്ഷെ പിന്നിട്ട അസംഖ്യ ഛായാപടങ്ങളിലൊന്ന് അച്ഛൻ്റേതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? 10,000 ചിത്രങ്ങൾ ഒറ്റ മധ്യാഹ്നം കൊണ്ട് താൻ പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. കണ്ട് ഏതാണ്ടെല്ലാ പടങ്ങളും ഒരേപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. സന്ധ്യയായപ്പോൾ 16ാമത്തെ കടയിൽ നിന്ന് വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങി. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ചു നിർത്തി അയാൾ ചോദിച്ചു, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? എനിക്കറിയില്ല, ആരും കണക്കെടുത്തിട്ടില്ലെന്നു മാത്രം അറിയാം, അയാൾ പറഞ്ഞു. 1000 ഉണ്ടാവണം. ദിവാകരൻ അമ്പരന്നുപോയി. ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണാടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ടും
അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. രാത്രിയായതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും അവനവൻ്റെ കട കഴിയുന്നത്ര ഭാവനപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ദിവാകരൻ ശ്രദ്ധിച്ചു. എന്നാൽ വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് മനസ്സിലായത്. ദീപാലങ്കാരങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നെങ്കിലും ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെട്ടത്തിന് ഏതാണ്ടൊരേ സ്വഭാവമാണുള്ളതെന്ന് അയാൾക്ക് തോന്നി. ഒരേ തരം പ്രകാശം. ആ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്കും ഏകാന്തത വീണിരിക്കുന്നു. രാത്രി കനക്കുന്നു. ദിവാകരൻ പിൻവാങ്ങിയില്ല. പ്രകാശത്തിൻ്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ചും ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ഒരു ഭയം മാത്രമാണ് അപ്പോഴും അയാളെ നിരുത്സാഹപ്പെടുത്തിയത്. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്കാവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അവസാനം കയറിയ കടയിൽ നിന്ന് "ഇതാ എൻ്റെ അച്ഛൻ" എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധൻ്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഉലച്ചിരുന്നു. പാതിരാവായി. ദിവാകരൻ നന്നേ തളർന്നവശനായി കഴിഞ്ഞിരുന്നു. "ഈ കടകൾ അടയ്ക്കാറില്ലേ?" പുതിയ കടയിലേക്ക് കയറിക്കൊണ്ട് അയാൾ അന്വേഷിച്ചു. "ഇല്ലല്ലോ," കടക്കാരൻ പറഞ്ഞു. "ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല." ആ മറുപടി അയാളെ കൂടുതൽ തളർത്തി. ഒരു ഇടവേള കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾക്ക് ആഗ്രഹം തോന്നി. പടങ്ങൾ നോക്കി നോക്കി കൺപോളകൾക്കു കനം വച്ചിരിക്കുന്നു. പുതിയ പടത്തിലേക്ക് മിഴിയുന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ. "നിങ്ങളാകെ അവശനായിരിക്കുന്നു," കടക്കാരൻ ദിവാകരൻ്റെ തോളിൽ തട്ടിപ്പറഞ്ഞു. "വിശ്രമിക്കൂ, പുലർന്നിട്ട് തിരച്ചിൽ തുടരാം." "എനിക്ക് ക്ഷീണമൊന്നുമില്ല," ദിവാകരൻ ഉന്മേഷം നടിച്ചു. "ഞാൻ എൻ്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ." പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെയും ദിവാകരൻ പകച്ചു നിന്നു. തല കറങ്ങുന്നതുപോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. "എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല. കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല," അയാൾ സ്വയം പിറുപിറുത്തു. "ഈ സമുദ്രത്തിൽ നിന്ന്." അപ്പോഴേക്കും കടക്കുള്ളിലേക്ക് 2 കൊച്ചുകുട്ടികൾ കടന്നു വന്നു. 6-7 വയസ്സായ 2 ആൺകുട്ടികൾ. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അയാൾ ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. ആ കുട്ടികൾ പോയിക്കഴിഞ്ഞ് തിരച്ചിൽ തുടരുകയാവും ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. പുറത്ത് തെരുവിൽ വെളുപ്പാങ്കാലമാകുന്നത് ദിവാകരൻ കണ്ടു. പടങ്ങൾ നോക്കി നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്നയിടത്തെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ തൻ്റെ മുന്നിൽ ഒടുങ്ങുന്നു എന്ന് ദിവാകരൻ ഭയപ്പാടോടെ അറിയിച്ചു. നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദമായി അവർ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടു നിൽക്കുക വിഷമമായിരുന്നെങ്കിലും എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതിരുന്നതുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. ഏറെ നേരം കരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. "ഇതാ, ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്," ഏങ്ങലടികൾക്കിടയിൽ അവർ പറഞ്ഞു. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസു കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. കഥ മനസ്സിലായില്ലേ മക്കളെ? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലേ? ദിവാകരൻ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടില്ലേ? അതോ അയാൾ മറന്നുപോയോ? കുട്ടികൾ എന്തിനാണ് ഇയാളെ കണ്ടപ്പോൾ കരഞ്ഞത്? എന്തിനാണ് ദിവാകരനെ പൊതിഞ്ഞു കെട്ടി കുട്ടികൾക്ക് കൊടുത്തത്? ഇതിനെല്ലാം ഉത്തരം വേണ്ടേ? ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. നഷ്ടപ്പെട്ടതിനെയെല്ലാം വിപണിയിൽ നിന്ന് തിരിച്ചു പിടിക്കാമെന്ന് കരുതിയ ദിവാകരൻ്റെ പരാജയത്തിൻ്റെ കഥയാണിത്. ഒരു ദിവസം ഉച്ച മുതൽ പിറ്റേ ദിവസം പ്രഭാതം വരെ ദിവാകരൻ അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ അന്വേഷിക്കുന്നു. മാതാപിതാക്കളുടെ ചിത്രം അയാളുടെ കൈവശമില്ല.
അയാളുടെ ഓർമ്മയിൽ പോലും അവരുടെ അവ്യക്തമായ ചിത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന കടക്കാരൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അയാൾ നിശബ്ദനാവുന്നത്. എന്താണ് അയാൾ നിശബ്ദനാവാൻ കാരണം? സ്വന്തം അച്ഛനമ്മമാരെ അയാൾ കണ്ടിട്ടില്ലേ? അതോ അവരെ അയാൾ മറന്നുപോയോ? വേറെന്തു മറന്നുപോയാലും നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ മറക്കോ? ഇല്ലല്ലോ. അപ്പോൾ കഥാകൃത്ത് മറ്റു ചിലതാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛനമ്മമാർ എന്നതുകൊണ്ട് ശ്രീ പത്മരാജൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന പൈതൃകവും സംസ്കാരത്തെയും ആണ്. നമ്മളുടെ സംസ്കാരം എന്താണ്? ഭാഷ, കല, വിശ്വാസങ്ങൾ, അറിവുകൾ, അങ്ങനെ നൂറ്റാണ്ടുകളായി നമ്മുടെ ജീവിതത്തിന് രൂപം നൽകിയതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കല്ലേ? കൈമോശം വന്ന നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അന്വേഷിക്കുകയാണ് ദിവാകരൻ. കൈമോശം വന്ന പൈതൃകം അന്വേഷിച്ച്, അതായത് കല, സാഹിത്യം, വേഷം, ഭാഷ, വിശ്വാസങ്ങൾ ഇവയെല്ലാം സ്വന്തമായി ഉണ്ടായിരുന്ന നീക്കിയിരിപ്പുകൾ ഉപേക്ഷിച്ച് നഗരലോകത്തിനു പിന്നാലെ നടന്ന് കുറേ കഴിഞ്ഞ് അവിടെയൊന്നും തങ്ങൾക്ക് വേരുകളില്ല എന്ന് തിരിച്ചറിഞ്ഞ് വന്ന വഴികൾ തിരിഞ്ഞു നടന്ന അന്വേഷണമാണ് അവകാശങ്ങളുടെ പ്രശ്നമെന്ന ഈ കഥ. സ്വന്തം പൈതൃകത്തെക്കുറിച്ച് അയാൾക്ക് ഏകദേശം ധാരണയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വച്ചു നീട്ടുന്ന ഏതെങ്കിലും ഒരു ചിത്രം സ്വീകരിക്കാൻ അയാൾക്ക് സാധിക്കാത്തത്. കഥയുടെ അവസാനം കടയിൽ കയറി വരുന്ന കുട്ടികൾ അയാളെ കണ്ടതും അവർ അത് തിരഞ്ഞെടുക്കുന്നു. കുട്ടികളുടെ മനസ്സിൽ ദിവാകരനുള്ളതുപോലെ പൈതൃകബോധം പ്രവർത്തിക്കുന്നില്ല. അവർക്ക് ചുമരിൽ പ്രദർശിപ്പിക്കാൻ ഒരു ചിത്രം മതി. കഥകളിയെക്കുറിച്ച് ഒന്നും അറിയാത്ത, അതിൻ്റെ വലിയ ചിത്രം കൊണ്ട് വീടലങ്കരിക്കുന്നവരെ പോലെ എല്ലാ വിശ്വാസങ്ങളും കലകളും വെറും കൗതുകമായി മാറിയവരുടെ പ്രദർശന ത്വരയാണ് കുട്ടികളെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പിന് പ്രാപ്തമാക്കുന്നത്. അപ്പോൾ മറക്കല്ലേട്ട മക്കളെ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള കഥയും ആശയവുമായി ഇനി നമുക്ക് കാണണ്ടേ? ഓക്കെ.